ഹലോ ഗായ്സ്, വെൽക്കം ടു മിസ്റ്റിക് മൂവീസ്. അപ്പോൾ ഇന്ന് ഞാൻ പതിവിലും വ്യത്യസ്തമായിട്ട് ഒരു ഫുൾ സ്റ്റോറി എക്സ്പ്ലനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു അമേരിക്കൻ ഹൊറർ മൂവി ആയിട്ടുള്ള മാഡ് സീൻ എന്ന മൂവിയുടെ ചെറിയ ഒരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. ഹോളിവുഡ് ഹൊറർ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ഈ വീഡിയോ കാണും എന്ന് ഞാൻ കരുതുന്നു. അവരെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ്. അപ്പൊ നമുക്ക് മാഡ് സീൻ എന്ന മൂവിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് കഥ ഒന്നുകൂടെ മനസ്സിലാവുകയുള്ളൂ. ഇത് ഒരു തേർഡ് സീസൺ പോലെ ഇറക്കിയിട്ടുള്ള ഒരു സീരീസ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു എക്സ് എന്ന് പറയുന്ന മൂവി. എക്സിന് ശേഷം പേൾ എന്ന മൂവി വന്നു. അതിനുശേഷം ഇറങ്ങിയ മൂവിയാണ് മാഡ് സീൻ. ഈ എബോവ് പറഞ്ഞ രണ്ട് മൂവീസ് ഇല്ലേ, പേളും അതുപോലെ തന്നെ എക്സും. ഈ എക്സ് രണ്ട് മൂവീസും കാണാത്തവരുണ്ടെങ്കിൽ, അവർക്ക് സ്റ്റോറി ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്ത ആ മൂവീസിന്റെ സ്റ്റോറിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ രണ്ട് മൂവീസിന് ശേഷം റിലീസായ മൂവിയാണ് മാഡ് സീൻ. ഇതിലെല്ലാം മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് നായികയായ മിയ ഗോത്ത് ആണ്. അപ്പോൾ മിയ ഗോത്ത് തന്നെയാണ് ഈ മൂന്ന് മൂവീസിലെയും മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. അപ്പോൾ ആളുടെ ക്യാരക്ടറിന്റെ പേരാണ് മാഡ് സീൻ. ഇതിൽ തന്നെ വേറെ ക്യാരക്ടേഴ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് എലിസബത്ത് ഡെബിക്കി, അതുപോലെ ലിലി കോളിൻസ്, അങ്ങനെ ഒരുപാട് നമുക്ക് പേരുകൾ പറഞ്ഞാൽ അറിയാത്ത ഒരുപാട് ആക്ടേഴ്സ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ പറയുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒരു സീരിയൽ കില്ലർ, അല്ലെങ്കിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സീരിയൽ കില്ലർ ആരാണെന്ന് നമുക്ക് അറിയില്ല. ചിത്രത്തിന്റെ അവസാനമാണ് നമുക്ക് ആരാണെന്ന് മനസ്സിലാകുന്നത്. ആ ഒരു വ്യക്തി മാഡ് സീനെ ടാർഗറ്റ് ചെയ്ത് മാഡ് സീനെ കൊല്ലാൻ നടക്കുന്നതാണ് ഈ ചിത്രത്തില് മെയിൻ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റോറി എന്താണെന്ന് നോക്കാം. അപ്പോൾ മാഡ് സീൻ മീൻസ് എന്ന് പറയുന്നത് അഡൾട്ട് മൂവീസിലൊക്കെ അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് ആണ് കേട്ടോ. അപ്പോൾ 1985 ലോസ് ഏഞ്ചൽസില് ഇങ്ങനെയുള്ള നൈറ്റ് സ്റ്റോക്കർ, ഇങ്ങനെ മർഡറിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ന്യൂസുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഡ് സീൻ ഒരു ഓഡിഷന്, ഒരു ഹൊറർ മൂവിയാണ്, പുതിയൊരു ഹൊറർ മൂവിയാണ്. ആ മൂവിയുടെ ഓഡിഷനൊക്കെ പാസ്സായി ഇരിക്കുന്ന സമയത്താണ്, പ്യൂരിറ്റൻ സീസൺ 2 ആള് അഭിനയിക്കാൻ പോകുന്നത്. അടുത്ത് ആ ഒരു സിനിമയ്ക്ക് ഒരുപാട് ഓഡിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാഡ് സീൻ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അപ്പൊ ഈ ഒരു ന്യൂസ് അറിഞ്ഞ മാഡ് സീൻ ഈ ന്യൂസ് ഉടനെ തന്നെ തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ലിയോണിനോട് പറയുന്നു. അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ കൂടെ ഒരു വർക്ക് ചെയ്യുന്ന ആംബർ ജെയിംസിനോടും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവർ രണ്ടുപേരും മാഡ് സീനെ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഹോളിവുഡ് ഹിൽസ് എന്ന സ്ഥലത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ ആളത് നിരസിക്കുന്നുണ്ട് കേട്ടോ. മാഡ് സീൻ ഒരു വർക്കിന് പോകുന്നുണ്ട്, അതായത് ഒരു ലൈവ് പീപ്പ് ഷോ, അതായത് ഒരു പാർട്ടി പോലെ ഒരു പാർട്ടി വൈബുള്ള സ്ഥലത്ത് ഇങ്ങനെ ആള് അഡൾട്ട് മൂവീസിലൊക്കെ അഭിനയിക്കുന്ന ആളാണല്ലോ. അപ്പൊ ആളുടെ ക്യാരക്ടറും ആ ജോലി എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ജോലിക്ക് വേണ്ടി മാഡ് സീൻ പോവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാഡ് സീൻ ഈ ഒരു വിസിറ്റ് അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് മാഡ് സീൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഒരാള് മാഡ് സീനെ ഫോളോ ചെയ്യുന്നതായിട്ട് മാഡ് സീൻ നോട്ട് ചെയ്യുന്നുണ്ട്. അതേ സമയം തന്നെ മാഡ് സീൻ ആളെ മനസ്സിലാവുകയും മാഡ് സീൻ അടിച്ച് നിലംപരിശാക്കുകയും ആളുടെ വേണ്ടാത്ത ഭാഗത്തൊക്കെ ഇടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സീൻ ഭയങ്കരമായ രീതിയിലാണ് എടുത്തേക്കുന്നത്. അത് 18+ ആയിട്ടുള്ള സീൻസ് ആണ് കേട്ടോ അവിടെയൊക്കെ. അത് ആർക്കും, മുതിർന്നവർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു സീനാണ്. അതും അത്രയും മനക്കെട്ടുള്ളവർക്ക് മാത്രമേ ഈ മൂവിയൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അത്രയ്ക്കും ബ്രൂട്ടൽ ആയിട്ടുള്ള സീൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ കാണിക്കുന്നില്ല വീഡിയോയില്. അപ്പോൾ അത് കാണുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾ അത് കാണാൻ പറ്റുന്നവരാണോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം ആ സീനൊക്കെ കാണുക കേട്ടോ. അപ്പോൾ അടുത്ത സീനില് ആ സമയത്തൊരു VHS ടാപ്പ് നമ്മുടെ മാഡ്സിന്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. ആ ഒരു VHS ടാപ്പില് ഈ മാഡ് സീൻ അഭിനയിച്ച, അല്ലെങ്കിൽ നേരത്തെ മൂവിയിലുള്ള ഒരു സീനാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ആ മൂവിയിലെ ഒരു സീനാണ് ഈ ടാപ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ മൂവിയിൽ മരിച്ചുപോയ ആ ഒരു ഫ്രണ്ട്സിന്റെ കൂടെയുള്ള വീഡിയോ ആണ് ഇപ്പോൾ ആ ഒരു VHS ടാപ്പില് ആ ഒരു മനുഷ്യൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു പോലീസ് എവിഡൻസ് ആയിരുന്നു. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാഡ് സീൻ വളരെയധികം കൺഫ്യൂസ്ഡ് ആവുകയും മാഡ് സീന്റെ കൂട്ടുകാരനായ ലിയോണിനോട് ഇത് എവിടെ നിന്ന് വന്നതെന്ന് കണ്ടുപിടിക്കാൻ പറയുകയും ചെയ്യുന്നു. ഇതേ സമയത്താണ് മാഡ് സീൻ അറിയുന്നത് ഹോളിവുഡ് ഹിൽസിൽ പോയ ആംബറും ടാബിയും മരണപ്പെട്ടു എന്നും അവരുടെ രണ്ടുപേരുടെയും ശരീരത്തിൽ സാത്താന്റെ സിംബലുകളൊക്കെ ഇങ്ങനെ കുത്തിവെച്ചിട്ടുള്ള കാര്യമൊക്കെ അറിയുന്നത് ആ സമയത്താണ്. അപ്പോൾ മാഡ് സീൻ ഒരു ജോൺ ലാബർട്ട് എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടാനിടയാകുന്നു. ആ ഒരാളെന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ആണ്. ആള് മാഡ് സീൻ നേരത്തെ ചെയ്ത
ചെയ്ത ക്രൈംസ്, അതായത് നേരത്തെ മൂവിയിലുള്ള കാര്യമാണ് കേട്ടോ. ആ മൂവിയിൽ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്, മാത്സിന്റെ കൂടെയുള്ള കുറെ ഫ്രണ്ട്സ് മരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വരുന്ന ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ആണ് ജോൺ ലാബർട്ട്. അപ്പൊ ആള് മാത്സിന്റെ പുറകെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇയാൾ ആ കാര്യങ്ങളൊക്കെ മാത്സിനോട് പറയുകയും മാത്സിന് മര്യാദയ്ക്ക് അയാൾ പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ അയാൾ നിയമ നടപടിക്ക് പോകും എന്നൊക്കെ മാത്സിനെ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. അതിനുശേഷവും അവളെ പിന്തുടർന്ന് ഈ ഒരു ലാബർട്ട് എന്ന വ്യക്തി അവളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്നതും അങ്ങനെ സഹിക്കാൻ വയ്യാതെ മാത്സിൻ തിരികെ ആക്രമിക്കാനും തുടങ്ങുന്നു, തിരിച്ച് അറ്റാക്ക് ചെയ്യാനും തുടങ്ങുന്നു. അതിനുശേഷം വോൺ ചെയ്യുന്നുണ്ട്, ഇനി എൻ്റെ പുറകെ നടക്കരുത്, എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്ക് ആ ലക്ഷ്യത്തിലെത്തണം, അതിനൊരു തടസ്സമായി താൻ വന്ന് തന്നെ കൊന്നുകളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. മാത്സിൻ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. മാത്സിൻ അങ്ങനെ തൻ്റെ ഏജന്റായ ടെഡിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ആള് അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ലാബർട്ടിനെ കൊല്ലാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ മാത്സിൻ ടെഡിയുടെ സഹായത്തോടെ ലാബർട്ടിന്റെ ശല്യം ഒഴിവാക്കുന്നു. അതിനുശേഷം ലാബർട്ടിന്റെ ഡിമാൻഡുകളെല്ലാം മാറ്റിവെച്ച് മാത്സിൻ പുതിയ സ്ക്രിപ്റ്റ് തന്റെ മൂവിയായ പ്യൂരിറ്റൻ 2 വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചു തുടങ്ങുന്നുണ്ട്. അതേസമയം തന്നെ തന്റെ കൂട്ടുകാരനായ ലിയോണിനെ വില്ലൻ ഉണ്ടല്ലോ, ആ ആള് അല്ലെങ്കിൽ ആ ഒരു സീരിയൽ കില്ലർ കൊല്ലുന്നുണ്ട് കേട്ടോ, ഒരു വീഡിയോ സ്റ്റോറിൽ വെച്ച്. അങ്ങനെ പ്യൂരിറ്റൻ 2 സെറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. അവിടെ വെച്ച് മാത്സിൻ ആ സിനിമയിലെ മെയിൻ സ്റ്റാർ ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ ആക്ട്രസ് ആയിട്ടുള്ള മോളി ബെനറ്റിനെ കാണുന്നുണ്ട്. അതായത് ഈ മോളി ബെനറ്റ് ആണ് ആദ്യം ഈ പ്യൂരിറ്റൻ ഫസ്റ്റ് മൂവിയിൽ അഭിനയിച്ച മെയിൻ ആക്ട്രസ് മോളി ബെനറ്റ് ആയിരുന്നു. ആ മോളി ബെനറ്റ് ചെറിയൊരു റോള് ഈ ഒരു മൂവിയിലും അഭിനയിക്കുന്നുണ്ട്, കാരണം അതിന്റെ കണ്ടിന്യൂവേഷൻ ആയതുകൊണ്ട്. അങ്ങനെ മോളി ബെനറ്റും ഈ ഒരു ഹോളിവുഡ് ഹിൽസിൽ വെച്ചൊരു പാർട്ടി ഉണ്ടെന്നും താൻ ഇന്ന് പോകുമെന്നും ഒക്കെ മാത്സിനോട് പറയുന്നു. പക്ഷെ മാത്സിന് ആ കാര്യമൊന്നും, നേരത്തെ തന്റെ കൂട്ടുകാരികൾ പറഞ്ഞ സ്ഥലവും ഇതാണെന്നും അവരും പാർട്ടിക്ക് പോയപ്പോഴാണ് മരണപ്പെട്ടതെന്നും മാത്സിനും ഓർക്കുന്നില്ല. അങ്ങനെ മാത്സിന് ഒരു അഡ്രസ്സ് ലാബർട്ടിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത് ഹോളിവുഡ് ഹിൽസിലുള്ള ഒരു വീടിന്റെ അഡ്രസ് ആയിരുന്നു. അങ്ങനെ ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ മാത്സിൻ കാണുന്നത് മോളിയുടെ രണ്ടായ ശരീരമാണ്. അതായത് തല വേറെ ശരീരം വേറെ, അങ്ങനത്തെ രീതിയിലായിരുന്നു മോളിയുടെ ബോഡി കിടന്നിരുന്നത്. അങ്ങനെ അവൾക്ക് മനസ്സിലാകുന്നു ഇവിടെ വെച്ചാണ് തന്റെ കൂട്ടുകാരികളെയൊക്കെ ആ ഒരു സീരിയൽ കില്ലർ കൊന്നിരുന്നതെന്നൊക്കെ മാത്സിന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ആരാണ് കില്ലർ എന്ന് അന്വേഷിച്ച് അയാളുടെ പുറകെ ഓടുമ്പോഴാണ് മാത്സിന് ഒരു കാര്യം മനസ്സിലാവുന്നത്, അത് തന്റെ അച്ഛനായ ഏണസ്റ്റ് മില്ലർ ആയിരുന്നു. ആള് ഒരു ടെലിവാഞ്ചലിസ്റ്റ് ആണ്, അതായത് നമ്മുടെ ടിവിയിലൂടെ സുവിശേഷ പ്രസംഗമൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. ആളാണ് മാത്സിന് പുറകെ അല്ലെങ്കിൽ മാത്സിനെ പുറകെ നടന്ന് ഈ ആള് കുറെ പെൺകുട്ടികളെ കൊന്നൊടുക്കിയത് ഈ ഒരു ഏണസ്റ്റ് മില്ലർ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം മനസ്സിലാക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇയാളുടെ കൂടെ അസിസ്റ്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരാണ് ഇതിലെ ബാക്കിയുള്ള ആൾക്കാർ, അതായത് ബാക്കിയുള്ള കൊലപാതകികൾ എന്നും മാത്സിൻ മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഏണസ്റ്റ് മില്ലറും കൂടെയുള്ള സഹപ്രവർത്തകരും എല്ലാവരും കൂടെ ഒരു കുഞ്ഞു ഫിലിം എടുക്കാൻ നിൽക്കുന്നത് കാണുന്നു. അതായത് ഇനി ആരും പാപങ്ങളും കള്ളങ്ങളും ഒന്നും ചെയ്യരുത് എന്ന രീതിയിൽ ഒരു ഇൻഫോർമേഷൻ വീഡിയോ പോലെ, അതായത് ഇങ്ങനെ കൊല്ലുമ്പോൾ ആരും പേടിച്ച് ചെയ്യില്ലല്ലോ, അപ്പൊ ആ ഒരു രീതിയിൽ ഒരു ഫിലിം ഈ മില്ലർ അതുപോലെ കൂട്ടാളികളും എടുക്കുന്നതൊക്കെ മാത്സിൻ കാണുന്നുണ്ട്. ഈ മില്ലർ ഇപ്പൊ വിചാരിക്കുന്നത് തന്റെ മകളെ തനിക്ക് ഈ പാപം നിറഞ്ഞ വേൾഡിൽ നിന്നും രക്ഷിക്കാൻ കഴിയും എന്ന് മില്ലർ ഇപ്പോഴും കരുതുകയാണ്. അങ്ങനെ മില്ലറും മില്ലറിന്റെ കൂട്ടാളികളും മാത്സിനെ ഒരു മരത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ടൊരു എക്സോർസിസം പോലെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതും അയാള് ഇങ്ങനെ സിനിമയെ പോലെ പിടിക്കുന്നുമുണ്ട്. അതുപോലെ ഇവരുടെ പിറകെ, അതായത് മാത്സിന്റെ പുറകെ ടോറസ് വില്യംസ് എന്ന് പറയുന്ന 2 ഡിറ്റക്റ്റീവ്സ് കൂടെ ഇവരുടെ പുറകെ നടക്കുന്നുണ്ട്. അവർ ഈ ഒരു സെറമണി അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങ് തടസ്സപ്പെടുത്തുകയും അവിടെ ഒരു ഷൂട്ട് ഔട്ട് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മില്ലറിന്റെ കുറെ കൂട്ടാളികളെ ഈ ഡിറ്റക്റ്റീവ്സ് കൊല്ലുന്നുണ്ട്. പക്ഷെ മില്ലറിനെ മാത്രം പിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ മാത്സിനെ കെട്ടഴിച്ച് രക്ഷപ്പെടാനുള്ള ആ ഒരു സമയത്തില് നമ്മുടെ ഡിറ്റക്റ്റീവ്സ് മില്ലറിന് പുറകെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാത്സിൻ കാണുന്നത്, മാത്സിന്റെ കൂടെ വന്ന ഡിറ്റക്റ്റീവ്സിൽ ഒരാൾ മരിക്കുകയും വേറൊരാളെയും ഇങ്ങനെ വെടിവെച്ചിട്ടിരിക്കുന്നതും മാത്സിൻ കാണുന്നു. അതിനുശേഷം മാത്സിൻ പിന്നെയും തന്റെ അച്ഛനെ അന്വേഷിച്ച് ഓടുകയാണ്.
അങ്ങനെ ഓടി ഓടി നോക്കുമ്പോൾ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ അച്ഛൻ കിടക്കുന്ന കാണുമ്പോൾ തന്നെ മാക്സിൻ തന്റെ എല്ലാ ദേഷ്യവും വാശിയും തന്റെ എല്ലാ മനസ്സിലെ സങ്കടങ്ങളും എല്ലാം കൊണ്ടും അങ്ങനെ മാക്സിൻ വെടിവെക്കാൻ വേണ്ടി ഇങ്ങനെ തോക്കെടുത്ത് ഉയർത്തുന്നതും ആ ഒരു തോക്ക് എടുത്ത് ഉയർത്തുന്ന സമയത്ത് തന്നെ മുകളിൽ കൂടെ ഒരു പോലീസ് ഹെലികോപ്റ്റർ വന്ന് അവളെ ഇന്ററപ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നെ അവിടെ സീൻ കട്ടൗട്ട് ആയതിനു ശേഷം പിന്നെ കാണിക്കുന്നത് കുറെ മാസങ്ങൾക്ക് ശേഷമുള്ള സീനാണ്. അവിടെ മാക്സിൻ ഇപ്പോൾ ഒരു വലിയ സെലിബ്രിറ്റി ആയിരിക്കുകയാണ്. ആൾക്ക് വലിയ ഒരു ആക്ട്രസ് ആയി മാറിയിരിക്കുകയാണ്. അങ്ങനെ പ്യൂരിറ്റൻ 2 എന്ന മൂവിയുടെ ഒരു ഇന്റർവ്യൂല് ആള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ ഡയറക്ടറായ എലിസബത്ത് ബെൻഡറും കൂടെ തന്നെ ഇരിപ്പുന്നുണ്ട്. ഇനി എലിസബത്ത് ബെൻഡർ മാക്സിനെ പറ്റിയിട്ടുള്ള ഒരു ബയോഗ്രഫിക്കൽ ഫിലിം എടുക്കുമെന്നും ആ ഇന്റർവ്യൂല് പറയുന്നുണ്ട്. അങ്ങനെ റിയാലിറ്റിയിൽ വരുമ്പോൾ കാണിക്കുന്നത് നേരത്തെ മാക്സിൻ എന്താണ് തന്റെ അച്ഛനെ ചെയ്തതെന്ന് നമുക്ക് കാണിക്കുന്നില്ലല്ലോ, അവിടെ വെച്ച് കട്ട് ചെയ്തിരുന്നല്ലോ സീൻ. ഇപ്പോൾ ആ സീൻ പിന്നെയും കാണിക്കുകയാണ്. അതായത് മാക്സിൻ തന്റെ അച്ഛനെ കൊല്ലുന്നുണ്ട് കേട്ടോ, ഷോട്ട് ഗൺ യൂസ് ചെയ്ത് കൊല്ലുന്നുണ്ട്. ആ സമയത്ത് തന്നെ ആള് മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു മാസത്തിന് ശേഷം മാക്സിൻ പിന്നെയും തന്റെ പ്യൂരിറ്റൻ മൂവിയുടെ അഭിനയമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ അവൾ വലിയൊരു സക്സസിലേക്ക് പോകുന്നതാണ് മൂവിയുടെ ലാസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും നല്ലൊരു മൂവിയാണ് ഗൈസ്. മിയ ഗോത്ത് വളരെയധികം ആ ഒരു ക്യാരക്ടറായിട്ട് ജീവിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയ്ക്കും വലിയ ഒറിജിനാലിറ്റി ഫീലിലാണ് ഈ മൂവി എടുത്തേക്കുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് അറിയപ്പെട്ട ഒരുപാട് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ആക്ടേഴ്സ് ഒന്നുമില്ല. നമുക്ക് അറിയാവുന്ന ഏറ്റവും മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് മിയ ഗോത്തും അതുപോലെ ലിലി കോളിൻസും ഒക്കെയാണ് കേട്ടോ. ലിലി കോളിൻസ് ചെറിയ റോളാണ് അഭിനയിച്ചേക്കുന്നത്. എന്തുകൊണ്ടും നല്ലൊരു മൂവിയാണ് ഗൈസ്. എല്ലാവരും മസ്റ്റായിട്ട് കണ്ടു നോക്കണം. പിന്നെ പ്രായത്തിൽ അല്ലെങ്കിൽ 18+ ആയിട്ടുള്ള കുട്ടികൾ കൂടുതൽ കണ്ടു നോക്കുക കേട്ടോ. അല്ലാതെ അതിന് താഴെ ഉള്ള കുട്ടികൾ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള സീൻസ് ഒക്കെ ഈ മൂവിയിൽ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇതിന്റെ മുൻപുള്ള 2 മൂവീസും അതുപോലെ തന്നെയാണ് കേട്ടോ, 18+ ആണ്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സെയിം ആണോ അല്ലയോ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഗൈസ്. ബൈ.